ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഉച്ച മുതൽ രാത്രി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഏട്ടന് ബി ഷിഫ്റ്റ് ഉള്ള ദിവസം ഞങ്ങൾ രണ്ടാളും എണീക്കണ സമയം എന്ന് പറയുമ്പോൾ 12:30 കേട്ടോ. 12:30 എണീക്കും. 12:45 ഏട്ടൻ കുളിച്ചതാ 1 മണിയാകുമ്പോൾ ഏട്ടൻ പോവേ. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോണു. ഞാൻ ഏട്ടൻ്റെ കൂടെ കടയിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള കട കേട്ടോ, ബാലാജി സ്റ്റോർ. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ റൂമിലേക്ക് പോവാം കേട്ടോ. ഒന്നുമില്ല, നെയ്യും ചെറുനാരങ്ങയും ക്യാരറ്റും പിന്നെ പട്ട ഗ്രാമ്പൂ ആ സംഭവം മേടിക്കാനുണ്ടായിരുന്നേ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ഇന്ന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാനൊരു പ്ലാനിങ് കേട്ടോ. അതാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ തന്നെ കടയ്ക്ക് പോയത്. എന്താ വെച്ചാൽ ഒരു 1:30 ആകുമ്പോഴത്തേന് കട അടയ്ക്കും. പിന്നെ വൈകുന്നേരം ഒരു 4 മണി 4:30 സമയത്ത് തുറക്കുള്ളൂ. അങ്ങനെ ഞാൻ റൂമിലെത്തി അടുക്കളേൻ്റെ ജനലൊക്കെ തുറന്നിട്ടിട്ട് നേരെ ചിക്കൻ എടുത്ത് വെള്ളത്തിൽ കൊടുന്നിട്ട് ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളക് പിന്നെ നെയ്ച്ചോറിനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് അരി വെള്ളത്തിൽ കുതിർത്താനും വെച്ച് ഞാൻ നേരെ മുറ്റത്ത് പോയിരുന്നിട്ട് ചക്കരമത്തം കഴിച്ചു കിട്ടാം. ചക്കരമത്തൻ തണ്ണിമത്തം എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ അതിനെന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചൂടത്തുനിന്ന് വരുമ്പോൾ തണുത്ത് ഈ തണ്ണിമത്തണ്ട് കഴിക്കുമ്പോൾ ആഹാ എന്തൊരു സുഖം. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരിനെല്ലിക്ക മരത്തിൻ്റെ മേലെ ഒരു ആശാൻ എന്നെയും നോക്കിയിരിക്കുക കേട്ടോ. ആളവിടെ നിന്നിട്ട് അരിനെല്ലിക്ക പറിച്ച് കഴിക്കുന്നുണ്ട്, പിന്നെ എന്നെയും നോക്കുന്നുണ്ട്. ആ നോക്കണേൻ്റെ കാരണം അത് അതിൻ്റെ കയ്യിരിക്കുന്ന ഈ സാധനം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കുറേ നേരം ഞങ്ങൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഞാനത് കഴിച്ചിട്ട് അകത്ത് കയറിയേ. നിങ്ങൾക്കിപ്പോൾ പാവൊക്കെ തോന്നും, എന്ത് ദുഷ്ടയാണ് ഞാനെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലുണ്ടാവും. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇവരെ കാണുന്നതുകൊണ്ട് ഇവരെ ഒരു സ്വഭാവം നമുക്കേ മനസ്സിലാവുള്ളേ. വേറൊന്നുമല്ല, എനിക്ക് കുറേ അനുഭവം ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പാവം വിചാരിച്ച് ഞാൻ കുറേ സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇരട്ടി പണിയായിട്ട് എനിക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം വരെ എൻ്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി എല്ലാ മുതലും നാശാക്കിയിട്ടുണ്ട്. പച്ചക്കറി ആണെങ്കിലും കടല പരിപ്പ് അങ്ങനത്തെ എല്ലാ സാധനവും എടുത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് വലിയൊരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇപ്പോൾ ഒന്നും കൊടുക്കാറില്ലേ. അങ്ങനെ പണികളൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇതൊരു സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്നാണേ. സാധനം അടയ്ക്കാൻ പറ്റില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് കിട്ടണ കാര്യങ്ങൾ കേട്ടോ. പൈപ്പ് തുറന്നിടുക, ടാപ്പ് പൊട്ടിക്കുക, ഫുള്ള് കുരുത്തക്കേടാണ് ഒരു വട്ടം ഇതേപോലെ പൈപ്പ് തുറന്നിട്ട് ഞങ്ങളുടെ ടാങ്കത്തെ ഫുൾ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് കിട്ടണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും അടുപ്പിക്കാറുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്ത് തോന്നിയാലും കുഴപ്പമില്ല, കൊടുക്കാറുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നില്ല, ഇടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. ബിസ്ക്കറ്റ് ആണെങ്കിലൊക്കെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് എന്നും ശീലമാവണോണ്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ കൊടുക്കാറില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇതെൻ്റെ റെസിപ്പി കേട്ടോ, എൻ്റെ മദർ റെസിപ്പിയാണ്. ഇങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുക എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി കണ്ടാലോ. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇഞ്ചും വെളുത്തുള്ളി പെരുംജീരകം ചതച്ചതും ചേർത്ത് നന്നായിട്ടാണ് ഇളക്കി. അതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് അത് ഇട്ടിട്ട് പച്ചമണം മാറണ വരെ അങ്ങോട്ട് ഇളക്കി. അതൊന്ന് സെറ്റായപ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും ചേർത്തൊന്ന് ഇളക്കി. പിന്നെ അതിൻ്റെ കൂടെ വെല്ലുള്ളി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ആ ഒരു കളറ് കിട്ടണം എനിക്ക്, ബ്രൗൺ കളർ വരുന്ന വരാണ്ട് ഇളക്കി. നിങ്ങളിപ്പോൾ കണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് പാട്ടിൻ്റെ എഫക്റ്റ് ആട്ടോ. ബാക്കിൽ നല്ല ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വൈബിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഉള്ളി വാടിയതിൻ്റെ ശേഷം തക്കാളി വാടിയതിൻ്റെ ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഭംഗിക്ക് വേണ്ടി കുറച്ച് കുരുമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കിയിട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ട് വന്നപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടിട്ട് നല്ല മിക്സാക്കി. അതിൻ്റെ ശേഷം ഞാൻ നല്ല വെള്ളം അങ്ങോട്ട് ഒഴിച്ച്, പച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇടക്കിടക്ക് വരുന്നുണ്ടല്ലേ. ഞങ്ങളുടെ മലപ്പുറക്കാർ ഇങ്ങനെയാടോ ഇതൊക്കെ വരും. അപ്പോൾ ആ ഇളക്കലിൻ്റെ ഒരു മറ്റെന്താ പറയുക, ഹരം മുത്തിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചത് അതൊക്കെ അപ്പം തന്നെ തുടച്ച് അങ്ങനെ അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ച്. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ ശേഷം, 10-15 അല്ല കേട്ടോ, 20-30 മിനിറ്റ് ഉണ്ടാവും. അതിൻ്റെ ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഇരുന്ന് എനിക്ക് കറക്റ്റ് മിനിറ്റും കാര്യങ്ങളൊന്നും പറയാറില്ല, ഞാൻ ഇടക്കിടക്ക് പോയി നോക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി മാറ്റി വെച്ചു. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇനി ഇതിൻ്റെ എന്താ പറയുക, റിസൾട്ട് കിട്ടണമെങ്കിൽ എൻ്റെ ഭർത്താവ് പണി കഴിഞ്ഞ് വരണം. അതിനടുത്ത് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. നെയ്ച്ചോറിൽ ഞാൻ കുക്കറിൽ ഉണ്ടാക്കണത്, കുക്കർ അടച്ചിട്ടല്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ കുക്കറിൽ ഞാൻ നെയ്യ്, പട്ട, ഗ്രാമ്പൂ, പുതിനല്ലോ പട്ട ഗ്രാമ്പൂ ആ സാധനം എനിക്ക് അറിയില്ലടോ പേരൊന്നും. അതൊക്കെ ഇട്ട് ചെറുനാരങ്ങ ഒഴിച്ച് ഉപ്പിട്ട് പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ച് ഒക്കെ സെറ്റാക്കി വെള്ളം തിളച്ചേക്ക് അരിയിട്ട് അടച്ച് വെച്ചു. ഇത്രേ ഉള്ളൂ എൻ്റെ നെയ്ച്ചോറ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ഇട്ടുണ്ടായിരുന്നേ. എനിക്ക് കറക്റ്റൊന്നും അറിയില്ല, അതൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഓരോ ഇതാണ്. യൂട്യൂബിലൊക്കെ കുറച്ച് നോക്കിയിട്ട് അങ്ങനെ ചോറ് അവിടെ ആവാൻ വേണ്ടി വെച്ച സമയം നോക്കിയിട്ട് ഞാൻ വേഗം അടിച്ചോരി തുടക്കാൻ വേണ്ടി പോയി. അങ്ങനെ അടിച്ചോരി റൂമൊക്കെ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഞങ്ങൾ നീറ്റ് പോയ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്
അവിടെയൊക്കെ സെറ്റാക്കി അടിച്ചൊരി തുടച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് എല്ലാ ദിവസത്തെ അല്ല കേട്ടോ, ഒന്നരാടെ തുടയ്ക്കുള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഇതേപോലെ ഒന്നല്ല, ബി ഷിഫ്റ്റ് ആണ സമയത്ത് ചില ദിവസം ഞാനൊന്നും കഴിക്കില്ല, ഏട്ടൻ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങൾ. ഇത് ഞാൻ എന്താ പറയുക, ഇന്ന് എനിക്കിങ്ങനെ തോന്നി, അപ്പോൾ ഞാൻ അതങ്ങോട്ട് ചെയ്തു. അങ്ങനെ അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് വന്ന് നോക്കി കേട്ടോ. തിരുമ്പാനുണ്ടായിരുന്നു. നമ്മുടെ കുരങ്ങന്മാർ ഇവിടെ മൊത്തത്തിൽ അരിനെല്ലിക്കൊക്കെ ഇവിടെ താഴ്ത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയിട്ടൊരു പാത്രം എടുത്ത് കൊടുത്തിട്ട് നല്ല അരിനെല്ലിക്കൊക്കെ പെറുക്കിയെടുത്തൊക്കെ നല്ലതാട്ടോ. അതൊരു പാത്രം അരിനെല്ലിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി ഇഷ്ടത്തിന് മരത്തിൻ്റെ മേലെ. അങ്ങനെ തിരുമ്പി ഞാൻ വേഗത കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ കേട്ടോ തേക്കണേ മുഖത്ത്. ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ്. എൻ്റെ മുഖത്ത് നല്ല കുരുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കമ്പനിയിൽ പോയിരുന്ന സമയത്ത് ഓയിലിൻ്റെ ഒരു എഫക്റ്റിൽ ആ സാധനം പകുതി മുക്കാലോളം എൻ്റെ മുഖത്തുനിന്ന് റിമൂവ് ആയത് ഈ ഒരു മുതൽ തേച്ചിട്ടാട്ടോ. ഇത് UDBs എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ പ്രോഡക്റ്റ് കേട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ്. ഞാൻ 100% ഞാൻ ഇതിന് എഗ്രി ചെയ്യും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ തേച്ച് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ തേച്ച് ഇനിയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. ഫുഡ് നെയ്ച്ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അടച്ച് വെച്ച് ഞാൻ അതെപ്പോഴാണ് എടുക്കണത്. നല്ല ഒരു മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ്മതി അരി ആയിട്ട് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്, ഞാൻ പറയാൻ മറന്നു അല്ലേ. ബസ്മതി ആയിട്ട് ഉണ്ടാക്കിയത്, മറ്റേ അരി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ടെസ്റ്റിങ്ങിന് പോവാണ് ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത്, ഞാൻ തന്നെ നല്ലത് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇതൊക്കെ പാടെ വരുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ. പക്ഷേ അടിപൊളി ഇറന്നു കേട്ടോ. ഞാനായിട്ട് പറയല്ല, എന്താ പറയുക, സൂയിപ്പിക്കല്ല, പക്ഷേ അടിപൊളി ഇറന്ന് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ഞാൻ നേരെ മാളൂൻ്റെ അടുത്ത് പോയി കേട്ടോ. ഞങ്ങളുടെ റൂം അപ്പുറമാണ്. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 ഒന്നിക്കും. ഞങ്ങൾക്ക് കഥകൾ കുറേ പറയാനുണ്ടാവും കേട്ടോ. എന്നും ഉണ്ടാവും കഥകൾ, ഞങ്ങൾക്ക് കഥകൾ തീരില്ല. അപ്പം ഇന്ന് ജാക്കിയേട്ടനും ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അയൽവാസിക്കുട്ടി ഞങ്ങളെ കണ്ട് കരയണത്, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഓണർ പോയിട്ട് കൂട്ടിക്കൊടുന്ന കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അയൽവാസിക്കുട്ടി. വരണോട്ടില്ല അയൽവാസിക്കുട്ടി അപ്പാവു നീ மட்டும் தானே இருக்காங்க. ദക്ഷു 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 ഓഫീസിക്ക് ഫ്ലൈറ്റിൽ പോയി ഓഫീസിക്ക്. അമ്മ എപ്പോ വരൂ? ഓഫീസിൽ ഇരുന്നപ്പോ വരുവാ? ശരി ശരി. ആള് കുറച്ച് കുരുത്തക്കേടാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഭയങ്കര രസമാണ് ആള്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കാണേ. ലൈറ്റ് വേണമാ? എത്ര ഇന്നെ വേണോ? എന്ത് നൈറ്റില് ഡാൻസ് ആടിയിരുന്നല്ലേ അല്ലേ? ദക്ഷു ഡാൻസ് ആടണമാ? എനിക്ക് ഡാൻസ് ആടണമാ? ആ വീഡിയോ ഞങ്ങള് വലിയ മനസ്സിൽ കാണിക്കാതെ ആ ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് കാണിച്ചോണ്ടാന്നൊക്കെ. രക്ഷ ഓടാതെ ഇങ്ങ വാ. അതാ ദക്ഷു പാറ്, അങ്ങ് പോയി പാറ്. ആൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല DJ മൂടൊക്കെ ആയിരുന്നു. അപ്പോൾ ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതന്നെയാണ് മറ്റാൾ ഇന്നും വന്ന് ചോദിച്ചത്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. ആളെ വീട് അതാ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ വന്നാൽ അങ്ങോട്ട് പോവില്ല, പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെ വീട്ടുകാർ ഇങ്ങോട്ട് വിടൂല്ല കേട്ടോ. പിന്നെ അവിടെ അമ്മ വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അതാ ഏട്ടൻ വന്നു കേട്ടോ രാത്രി. അങ്ങനെ ഉച്ചയ്ക്ക്
1 മണിക്ക് പോയ എൻ്റെ ഭർത്താവ് 11 മണിക്ക് വന്നിരിക്കുന്നു രാത്രി. ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചോറൊക്കെ തിന്ന് ചോറുന്നൽ കഴിഞ്ഞിട്ട് ഒരു ചക്കരമത്തം കഴിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരേ കഥയിലും മുഴുകി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വേറൊരു ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.